ഹലോ ഗൈസ്, UP നമ്മളെ കേരളത്തിലേക്ക് ഒരു വലിയ പാക്കറ്റ് തമ്പാക്ക് കടത്തുന്നതിനിടെ ഒരു ബംഗാളി മാഫിയ സംഘത്തിന് ഞാൻ പിടിച്ചാണ്ടിരിക്കട്ടപ്പോ ഞാൻ അവരോട് പറഞ്ഞു എനിക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാക്കറ്റ് തന്നില്ലെങ്കിൽ ഞാനിത് ആകെ സീനാക്കും, എന്റെ വാപ്പ പോലീസാണെന്നൊക്കെ പറഞ്ഞാണ് പേടിപ്പിച്ചു. അപ്പോൾ എനിക്കൊരു പാക്കറ്റൊക്കെ തന്നിട്ടാ. പഴംപൊരിയും ചായയും വേണമെന്ന് വെച്ചാൽ ഒരാൾ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞങ്ങളിപ്പോ മംഗലാപുരം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള ബായിക്ക് ഒരു പഴംപൊരി വാങ്ങിയെടുത്തു. ഓന് വടാപ്പാവൊക്കെ തിന്ന് പരിചയം, ഓക്ക് പഴംപൊരി ഒന്നും തിന്നുണ്ടാവില്ല. 2 ദിവസം കൊണ്ട് ഞാനും എന്റെ സ്വന്തം ബംഗാളികളും കൂടി കുടിച്ചെടുത്ത് ഈ മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ ഒന്നായിട്ട് കൂട്ടി വെച്ചിട്ടേ ഈ അക്കോടത്തിലൊക്കെ വൈറ്റ് മോളി പ്രസവിച്ച മാതിരിടാ. 2 ദിവസം ഒപ്പര ഇരുന്നാണ്ട് വടാപ്പാവൊക്കെ തിന്ന ബന്ധത്തിന് നമ്മളൊരു സെൽഫി ഒക്കെ എടുത്ത് വെച്ചിട്ട് മെമ്മറീസിന് ഞാൻ എന്റെ പേഴ്സണൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട്, എന്നും വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞാണ്ട് കേട്ടാ ഞാൻ നമ്പർ കൊടുക്കുക. പക്ഷെ രാത്രി ഉറങ്ങണ നേരത്തൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തൊള്ളയുള്ള മുഴുവൻ ഈ പാവങ്ങൾ കേൾക്കും ചെയ്യടാ. ഏതായാലും കേരളത്തിന് എത്താനായതുകൊണ്ട് നേരത്തെ വലിയ പാക്കറ്റ് തമ്പാക്ക് പിടിയെ കൂടിയ ബായിനെ കൊണ്ട് തന്നെ തൊട്ടിലേക്ക് അയപ്പിക്കാൻ വിചാരിച്ചിട്ടാ. ഇവനേതായാലും നല്ല ലോട്ടറി അടിച്ച സന്തോഷത്തിലാട്ടോ മൂപ്പരാളുള്ളത്. കാരണം സ്റ്റേഷന്റെ അടുത്തുള്ള ഏതോ ബാറിന് ഏതോ കൂറ ചാത്തൻ സാധനം അടിച്ചാണ്ട് ചെരുപ്പിടാതെ ട്രെയിനിക്ക് കയറിയതാ. ഇറങ്ങാനായപ്പോഴോ ഏതോ 2 ആളെ കാണാതായ ചെരുപ്പാണ്ട് കിട്ടിയപ്പോഴേ ചെക്കൻ ഈ പെരുന്നാ പൈസ ഒക്കെ കിട്ടിയ ഫീലടാ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നെ പെരെ കൊണ്ടുപോകാൻ വേണ്ടി എന്റെ ചെങ്ങായി കാറൊക്കെ ആയിട്ട് വന്നിട്ടാ. ഞാൻ അങ്ങോട്ട് കേറിയപ്പോ തുടങ്ങിട്ടോ അതേമാതിരി കോൾ ചെയ്യാൻ ഞാൻ അവന്റെ പുതിയ വാച്ചിട്ട് എന്നെ കാണിക്കാനാണോ എനിക്ക് ബലമായ സംശയം ഇട്ടാ. പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഒരു ഷോപ്പ് കയറിയിട്ടാ. അവിടെ എന്റെ ചെറിയ അഞ്ചന്റെ അത്ര വലുപ്പമുള്ള ഒരു ചെങ്ങായി ഏത് പാട്ടിട്ടാലും നമ്മൾ ഈ പെരപ്പണിക്കൊക്കെ പോയി ധരിക്കണമായിട്ട് അതേ സ്റ്റെപ്പ്. അവിടുന്ന് എന്നെ കൂട്ടാൻ വേണ്ടിട്ട് നാട്ടിലത്തെ ചെങ്ങായിമാര് വന്നിട്ടാ. ഞാനിപ്പോ ഈ തീവ്രവാദികളൊക്കെ കൊണ്ടുപോകണ മാതിരിയായില്ല, കുറച്ച് കാറിൽ കുറച്ച് ബൈക്കിൽ. എന്താ ഇത്